എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പണിക്കാരി അഷ്ടുവിന്റെ ബോറോസിലിന്റെ ഗ്ലാസ് ലഞ്ച് ബോക്സ് പൊട്ടിച്ചതിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ 2 ബോക്സ് ഉണ്ടായിരുന്നേ. അതിൽ ഒരു ബോക്സ് അവിടെ ഇരിപ്പുണ്ട്, ഒരു ബോക്സിന്റെ അടപ്പ് മാത്രമേ ഉള്ളൂ. മറ്റത് ഞാൻ ചോദിച്ചപ്പോ ദീദി വോ ഹാത്ത് സെ ഗിർ ഗയാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. സന്തോഷമായില്ലേ ഗോപിയേട്ടാ? എന്നാ പിന്നെ ആ ഒരു ദുരന്തം നമുക്ക് ഒരു ചായ കുടിച്ചങ്ങ് ശരിയാക്കാം എന്ന് വിചാരിച്ച് ഞാൻ പാല് നോക്കിയപ്പോൾ പാല് വന്നിട്ടില്ല. നമുക്ക് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ, പാലും എല്ലാ വെജിറ്റബിൾസും ഒക്കെ. അതിന്റെ വാലറ്റിലെ കാശ് തീർന്നാൽ പാലും വരില്ല. അപ്പോൾ ഞാൻ കുറച്ച് പഴം ഉണ്ടായിരുന്നത് വേവിക്കാൻ വെച്ചിട്ട് നമ്മുടെ താഴത്തെ ഫ്ലോറിൽ തന്നെ നല്ലൊരു മലയാളി കടയുണ്ട് കേട്ടോ. അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും പാലും തൈരും എല്ലാം കിട്ടും. പാല് വാങ്ങിക്കാൻ വേണ്ടി പോയ ഞാനാണ് 350 രൂപയുടെ സാധനങ്ങളും കൊണ്ട് വന്നത്. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ. വന്നപ്പോഴേക്കും എന്താ, വെച്ച പഴം അടിയിൽ കരിഞ്ഞ് ആകെ ഒരു പരിവായിട്ടുണ്ട്. ഞാനിത് പറയാൻ മറന്നുപോയി അഷ്ടുവിനോട്. എന്തായാലും കണ്ടാൽ നല്ല കാരമലൈസ്ഡ് ബനാന പോലെ ഉണ്ടല്ലേ. സ്മെല്ലും നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റും ഉഗ്രനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേഗം നമുക്ക് ചായ ഉണ്ടാക്കുന്ന ആ ചടങ്ങിലേക്ക് കടക്കാം. തലമുടിയൊക്കെ ഒന്ന് ശരിയാക്ക് പൂജ എന്നാണ് ഇപ്പൊ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ടോ റിലേറ്റീവോ ഒക്കെ ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ തലമുടിയൊക്കെ ശരിയാക്കി ചായ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല അലമ്പ് ചായ ആയിട്ടുണ്ടെന്ന്. ഈ ചായ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും പുറകോട്ടാണ് കേട്ടോ. എപ്പോഴും എൻ്റെ ചായ ഫ്ലോപ്പാവും. ഇടയ്ക്ക് വല്ലപ്പോഴും ശരിയായാൽ അങ്ങ് ശരിയായി, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും അത് ഒന്നുകൂടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് അടിച്ചെടുത്തു. പുക ഒട്ടും കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ മാതിരി പത ഒട്ടും ഞാൻ കുറച്ചിട്ടില്ല. ടേസ്റ്റും സ്മെല്ലും ഒന്നും അത്രയ്ക്കങ്ങ് പോരെങ്കിലും അത് വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ പതപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെതാ സ്ലാബ് മുഴുവൻ കേടായി എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് നല്ല പണി കിട്ടി. എന്തായാലും ആ ചായ കുടിച്ചതിൻ്റെ വിഷമം തീർക്കാനായിട്ട് ഞാനൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കി. അതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് ഇട്ടു. പിന്നെ ഈ ഗോന്ദ് കത്തീര അതും കൂടെ കലക്കിയിട്ട് കുറച്ച് നേരം വെക്കാമെന്ന് വിചാരിച്ചു. എന്താണപ്പാ ഈ ഗോന്ദ് കത്തീര എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സാറ്റർഡേ മോർണിംഗ്. നിങ്ങളുടെ എങ്ങനെയാ? നിങ്ങളുടെ സാറ്റർഡേയും സൂപ്പർ ആവട്ടെ.